ഈ മലയാളം സർവകലാശാല ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കുറെ തെളിവുകൾ ഇന്ന് പുറത്തു വരുമെന്നൊക്കെ പറയുന്നു. അതൊക്കെ ഞാൻ പിന്നെ അവിടെ വെച്ചിട്ട് ഞാൻ പിന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമേ പറയൂ. ഞാൻ 5 മണിക്ക് പ്രസ് മീറ്റ് വിളിച്ചിട്ടുണ്ട് അവിടെ തന്നെ. യൂത്ത് ലീഗ് നേതാക്കളൊക്കെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. എന്താ അതൊക്കെ? അതൊക്കെ എത്രയോ കൊല്ലം മുമ്പ് കഴിഞ്ഞതാണല്ലോ. അത് നമുക്ക് നോക്കാം. ഞാൻ അവരുടെ കൂടെ തന്നെ ഉണ്ടാവും, അവരുടെ കൂടെ നിൽക്കും. എന്തിന്? ഏത് അന്വേഷണവും അവർ പറയുന്ന അന്വേഷണം നടത്തണമെന്ന് ആദ്യം ഒപ്പിട്ട് കൊടുക്കുന്ന ആളെ ഞാനായി. നേരിട്ട് ഇടപെട്ടു, അതിന്റെ രേഖകളൊക്കെ പുറത്തു വരാനുണ്ട്. അതെ അതെ അതെ, രേഖകൾ വരട്ടെ. അതെ അതെ അതെ, അതൊക്കെ ഓരോരുത്തരെ കണ്ടാലറിയാം കള്ളനാണോ അല്ലേ എന്നുള്ളത്. നിങ്ങൾ എന്റെ ഡ്രസ്സ് നോക്കിയാൽ അറിയാൻ കഴിയും ഞാൻ ബ്രാൻഡഡ് ഷർട്ടാണോ ഉപയോഗിക്കുന്നത്, എന്റെ പോക്കറ്റില് പിന്നെ എന്താ പറയാ പിന്നെ നല്ല വിലപിടിപ്പുള്ള പിന്നെ പേനയാണോ ഇരിക്കുന്നത്, ഞാൻ ഉപയോഗിക്കുന്ന കണ്ണടക്ക് 1,00,000 രൂപയുണ്ടോ, ഞാൻ കെട്ടിയിരിക്കുന്ന വാച്ച് ലക്ഷങ്ങൾ വില മതിക്കുന്നതാണോ, ഇതൊക്കെ നോക്കിയാൽ തന്നെ ഒരാളെ നമുക്ക് വിലയിരുത്താൻ പറ്റും. അപ്പോ പിന്നെ ഞാൻ വളരെ പരിമിതമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് എന്റെ വീട്ടിൽ വന്നാൽ എന്റെ വീടും കാണാൻ വേണ്ടി സാധിക്കും. അപ്പോ പിന്നെ കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. വേറൊരാളുടെ പണത്തുമ്മലോ അവരുടെ ഊരമ്മലോ ഊര കെട്ടി താമസിക്കാൻ ഞാൻ ഒരു കാലത്തും ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, CH-ന്റെ മുനീറിന്റെയും ഒക്കെ ഒരു പാരമ്പര്യം, അതാണ് ഞാൻ ഇന്നും പുലർത്തുന്നത്. ഈ പുറമോടിയിൽ മാത്രം ഒരാളെ വിലയിരുത്തുന്നത് ശരിയാണോ? പുറമോടി തന്നെയാണ് പ്രധാനം. കാരണം അഴിമതി ഉണ്ടാക്കി പണം നമ്മൾ പിന്നെ മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാൻ വെക്കല്ലോ, ആസ്വദിക്കാനും അനുഭവിക്കാനും വെക്കല്ലേ. അപ്പൊ അവരതെന്തായാലും അനുഭവിക്കും, ഉറപ്പാ, ഒരു സംശയമില്ല. അഴിമതിയിലൂടെ സമ്പാദിക്കുന്ന പണം അല്ലെങ്കിൽ അനധികൃതമായി സമ്പാദിക്കുന്ന പണം തീർച്ചയായിട്ടും അവരെ ഉപയോഗിക്കും, അവരുടെ മക്കൾ ഉപയോഗിക്കും. അവരുടെ മക്കളുടെ ഒക്കെ തന്നെ ജീവിത നിലവാരം നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാം. ഇപ്പൊ അങ്ങനെ എന്റെ മക്കളെ നിങ്ങൾ അളന്നോളൂ, അവരൊക്കെ എങ്ങനെയാണ്. എന്റെ മോളിവിടെ പിന്നെ മെഡിക്കൽ കോളേജിൽ ജനറൽ മെഡിസിന് MD-ക്ക് പഠിക്കുകയാണ്. അപ്പൊ അവളെ പോയിട്ട് നിങ്ങൾ അവളുടെ പിന്നെ അവളെ കണ്ടാലും ഡ്രസ്സും കാര്യങ്ങളും എല്ലാം കണ്ടാൽ മനസ്സിലാക്കാം ഓരോരുത്തരും എങ്ങനെയാണ് ജീവിക്കുന്നത്. നമ്മളൊക്കെ ചെറുപ്പം മുതൽ തന്നെ അങ്ങനെയാണ് ജീവിച്ചത്. ഈ PK ഫിറോസ് പുറത്തു കൊണ്ടുവരാൻ വരുന്ന രേഖകളിൽ യാതൊരു ഭയവുമില്ല. വലിയ ആത്മവിശ്വാസം PK ഫിറോസ്. അല്ല, ആത്മവിശ്വാസം മൂപ്പര് നന്നായി പ്രകടിപ്പിച്ചോട്ടെ. മൂപ്പരെ പോലെയാണ് എല്ലാവരും എന്ന് വിചാരിക്കും. മുൻ ജനറൽ സെക്രട്ടറിമാർ അങ്ങനെ അല്ല എന്ന്, യൂത്ത് ലീഗിന്റെ മുൻ ജനറൽ സെക്രട്ടറിമാർ അങ്ങനെ അല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കട്ടെ. ഫേസ്ബുക്കിൽ ഫിറോസ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായി, എന്തായാലും സർവകലാശാലയുമായി ബന്ധപ്പെട്ട സീസൺ 2 ലോഡിംഗ് ആണ്. സീസൺ 2 ലോഡിംഗ്. അത് ശരി, അത് ഞാനും മറുപടി ഇട്ടിരുന്നു. FB-ക്ക് കണ്ടോ, ദൃശ്യം 2 എന്ന് പറഞ്ഞ് കണ്ടിരുന്നു. അതിൽ കണ്ടിരുന്നില്ലേ? അത് കണ്ടില്ലേ നിങ്ങൾ? പിന്നെ ഇതൊക്കെ കണ്ടില്ലേ? അറബിയുടെ വേഷത്തിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. അതെ അതെ അതെ, തീർച്ചയായും അതൊക്കെ വരട്ടെ. കഴിഞ്ഞു. ഇന്ന് ഞാൻ 5 മണിക്ക് ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. വലിയ മുതലാളിയാണ്, അദാനിയുടെ പറക്കാതെ പോയ മകനല്ലേ. കോഴിക്കോട്ടുകാർക്ക് അഭിമാനിക്കാം. അല്ല, അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായി PK ഫിറോസ്. കെട്ടി ചെയ്ത് പുറത്തുവിട്ടതിനപ്പുറം കുറെ കൂടി ബിസിനസ് ബന്ധങ്ങൾ ഉണ്ടെന്നില്ലേ. അത്ര വലിയ ബിസിനസ്സുകാരനായാലേ IIM-ലൊക്കെ ശരിക്കും ലെക്ചറായിട്ട് പോകണം നോക്കരുത്. കാരണം എന്താ വെച്ചാൽ ഒരു പിന്നെ പൈസ ഇല്ലാതെ ഇവിടെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുക, എന്നിട്ട് ഗൾഫ് നാടുകളിൽ വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തുക. അദാനിനൊക്കെ പിന്നിലാക്കും മൂപ്പരെന്ന് എനിക്ക് തോന്നുന്നു. അദാനിയുടെ പറക്കാതെ പോയ മകൻ കോഴിക്കോട്ടാണെന്ന് പറയുന്നതിൽ കോഴിക്കോട്ടെ പത്രക്കാർക്ക് അഭിമാനിക്കാം. ഇത്രയും ഭയങ്കര എന്താ പറയാ, അത്രയും ഗംഭീരനായിട്ടുള്ള ഒരു ഓണ്ടർപ്രണർ. അത്തരം രേഖകളാണ് ഇന്ന് പുറത്തുവിടാൻ പോകുന്നത്. ആരാന്റെ ഊര കെട്ടി താമസിക്കുക ആർക്കാ വയ്യാത്തത്?